ആശാ വർക്കർമാരുടെ സമരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്ന് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ രാവിലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധത്തിന്റെ മഹാസംഗമം നടക്കും. വിവിധ പ്രതിപക്ഷ സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഒരു സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയവരാണ് അവർ. നമ്മുടെയൊക്കെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകളാണ്. അവരുടെ ജീവിക്കാനുള്ള അവകാശം, മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി മാത്രമാണ് അവർ ഇങ്ങനെ ഒരു സമരത്തിൽ 11ാം ദിവസവും അവിടെ തുടരുന്നത്. ഇന്നാവുമ്പോഴത്തേക്ക് 10 ദിവസം കഴിഞ്ഞ് ഇന്ന് 11ാമത്തെ ദിവസം ആവുമ്പോഴേക്ക് സമരത്തിന്റെ ഒരു തീവ്രത കൂടുന്നുണ്ടോ? ഏത് തരത്തിൽ ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആലോചിക്കുന്നത്? ഇന്നലെ വന്ന PSC ജീവനക്കാരുടെ ശമ്പളം പുതുക്കലൊക്കെ അവരെങ്ങനെയാണ് കേൾക്കുന്നത്? ഇടയിലാണ്, വലിയ വിമർശനങ്ങൾക്ക് ഇടയിലാണ് ആശാ വർക്കർമാരുടെ സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ഈ മഹാസംഗമം, അതായത് 14 ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആശാ വർക്കർമാർ രാവിലെ 10 മണിയോടെ ഇവിടേക്ക് എത്തുമെന്നാണ് ഈ സംഘടനയുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ സർക്കാരിന് മുമ്പിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം, അതായത് ഈ ഓണറേറിയം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് വിരമിക്കലിനൊപ്പം ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിക്കുക. ഈ ആവശ്യങ്ങളിൽ ഒരു ഇടപെടലുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. അതിന് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനകൾ കൂടി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിലാണ് സമരം ഇങ്ങനെ തുടരുന്നത്. ഇന്നിപ്പോൾ 11 ദിവസമേ ആകുകയാണ്. എങ്ങനെയായിരിക്കും തുടർന്നുള്ള അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒത്തുതീർപ്പുണ്ടായിട്ടേ നമ്മൾ പിന്മാറുള്ളൂ. ഒത്തുതീർപ്പ് ഉണ്ടാവണം. നമ്മളെ എന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല? അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഞങ്ങളെ അംഗീകരിച്ചിട്ട് ആൾ കൂട്ടാനും അവർ ഏത് പ്രോഗ്രാം മന്ത്രിമാർ വെച്ചാലും ആശമാരെ ആദ്യം കൂട്ടണം. എന്ന് വെച്ചാൽ ആശമാർക്ക് ഒരു ചെലവില്ല. ഞങ്ങൾക്ക് ഒരു TA പോലും ഇല്ല. ഞങ്ങളെ കയ്യിൽ നിന്ന് ബസ് കൂലി കൊടുത്ത് ഞങ്ങൾ ആ വേദികളിൽ വരണം. ഇന്നലെ നിരുപാധികം ഓണറേറിയം പ്രഖ്യാപിച്ചേക്കുകയാണ്. ഇന്ന് 3 ദിവസമായി ഓണറേറിയം പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ അക്കൗണ്ട് വന്നിട്ടില്ല? ഇത്രയധികം ആളുകൾ ഉള്ളതുകൊണ്ട് അക്കൗണ്ടിലേക്ക് എത്താനുള്ള ഒരു സ്വാഭാവിക കാലതാമസമാണ്. PSC ചെയർമാൻമാർക്ക് ഇന്നലെ ശമ്പളം കൂട്ടി, ലക്ഷങ്ങൾ കൂട്ടി. ഞങ്ങൾക്ക് ഈ 7000 രൂപ അക്കൗണ്ട് വരെ അവർ ബുദ്ധിമുട്ട് കാണിക്കണമെങ്കിൽ അവർക്ക് എങ്ങനെ കൊടുക്കും? ഞങ്ങൾക്ക് ഈ തുച്ഛമായ പിച്ചക്കാശാണിത്. അത് തരാൻ അവർക്ക് മന്ത്രിമാർക്ക് പറ്റുന്നില്ല. ലക്ഷങ്ങൾ 2 ലക്ഷത്തിന് ശമ്പളം വാങ്ങിക്കുന്നവർക്ക് വീണ്ടും അതിന്റെ പുറത്തു കൂടെ 1,60,000 രൂപ വരെ ഒരു ദിവസം കൊണ്ട് അവർ കൂട്ടിയെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർ എന്ത് ചെയ്യണം? എല്ലാ പ്രാവശ്യവും സമരം നടത്തി മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, ഓണറേറിയം കിട്ടിയിട്ടുള്ളൂ. അത് പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പണം ആശാ വർക്കർമാർക്കൊക്കെ ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണെന്നാണ്. ഭയങ്കര കഷ്ടമായിപ്പോയി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചെലവ് കൂടിയ സ്ഥലവും. 7000 രൂപ കൊണ്ട് ഈ പറയുന്നവരാരെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അവരുടെ ഒരു ദിവസത്തെ ചെലവായോ ഇത്? 7000 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ള ചെലവാണോ? പിന്നെ എന്തിനാ ഇവര് പറയുന്നത് 3 മാസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? നമ്മളെങ്ങനെ ജീവിക്കും പറയൂ? അപ്പൊ സമരം തുടരാൻ തന്നെയാണ് നമ്മൾ പറഞ്ഞ ഡിമാൻഡുകൾ തീർക്കാതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. അതിലൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ഇനി അവരുടെ ഈ നാടകം നടത്താൻ പറ്റൂല. അയച്ചെന്ന് പറഞ്ഞാൽ എന്താ ഇന്റർനെറ്റിന്റെ യുഗമല്ലേ? എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല പൈസ? അല്ലാത്ത ദിവസം ഞങ്ങൾ സമരം നടത്തണതിന്റെ വന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ വരുമല്ലോ. ഇപ്പൊ 3 ദിവസം കൊണ്ട് വന്നിട്ടില്ലല്ലോ പൈസ. ഇത് ഞങ്ങളെ ഇവിടെ നിന്ന് ഓട്ടിക്കാനില്ല. ഇതുവരെ അവർ പറഞ്ഞ അനാവശ്യ സമരമാണെന്ന്. എന്നാൽ നമുക്ക് ഇതാണെന്ന് നോക്കാം. 11 ദിവസമായില്ലേ ഇന്ന്? 11 ദിവസം കൊണ്ട് ഈ കൊതുകുടിയും കൊണ്ട് ഇവിടെ കിടക്കയില്ലേ? ഈ പട്ടാപ്പകല് ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും കൊടുത്ത് ഇവിടെ എത്തേണ്ട സമയമില്ല. അതുകൊണ്ട് എന്തായാലും സ്ഥിരം കിടക്കുകയാണ്. ഇനി ഇങ്ങനെ തന്നെ പോട്ടെ. ഒരു ദിവസം ഈ വെയിൽ കൊള്ള അവർ പുറത്തിറങ്ങി നിൽക്കുവോ? നമ്മുടെ കരം വാങ്ങിച്ചിട്ടല്ലേ അവർ അകത്ത് കയറിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങിയിട്ടല്ലേ അവർ അകത്ത് കയറിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം അവർ ഈ വെയിലത്ത് ഈ കൊതുകടി കൊണ്ട് രാത്രി ഒരു ദിവസം അവരെ കൊണ്ട് പറ്റുമോ? 11 ദിവസമായില്ല. എന്തെങ്കിലും ഒരു കണ്ണിച്ചോരുണ്ടെങ്കിൽ അവർ ചെയ്യൂലേ? അത് ഒരു 10 മിനിറ്റ് അവർ വെയിൽ കൊള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രതിഷേധം ഉയരുന്നത്. അതായത് ഈ സമരത്തിലെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കാതെ അതിൽ അനുഭാവപൂർണമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കുകയില്ല, അത് ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കേരള സ്റ്റേറ്റ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ 11ാം ദിനത്തിലേക്ക് ഈ അനിശ്ചിതകാല സമരം കടക്കുന്നത്. രാവിലെ
10 മണിയോടെയായിരിക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഇവിടേക്ക് എത്തുക. 11 മണിക്ക് ഇവിടെ അതിന്റെ പ്രതിഷേധ സംഗമം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡാൻ, ഇവരുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ച ഒരു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ മറ്റാവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പിരിഞ്ഞു പോകുമ്പോഴത്തെ പൈസ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് ഇന്നലത്തെ വാർത്തകൾ അനുസരിച്ച് ആരോഗ്യവകുപ്പ് ചർച്ച നടത്താൻ സന്നദ്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ മഹാസംഗമത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ സമരം ശക്തി പ്രാപിക്കുകയും അതിന് പ്രതിപക്ഷ പിന്തുണയും കിട്ടുന്നതൊക്കെ സർക്കാരും ആരോഗ്യവകുപ്പും അറിയുന്നില്ലേ? എന്തെങ്കിലും ഒരു തുടർ ചർച്ചകൾക്കുള്ള മുൻകൈ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? അത് ഉണ്ടാകുമെന്നും തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ അതിന് മുൻകൈയെടുത്ത് ഈ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ നടത്തിയത് കൊണ്ട് മാത്രമായില്ല. ഇതിനോടകം 2 തവണ ഈ പ്രതിഷേധക്കാരുമായി മന്ത്രി തന്നെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുമെന്ന് പറഞ്ഞ് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇന്നലെ ഈ ഓണറേറിയം നിരുപാധികമായി ഉപാധികളൊന്നുമില്ലാതെ ഓണറേറിയം പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ അവിടെയും വഴങ്ങുന്ന ഒരു സമീപനമല്ല സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അവർ എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായി ഇടപെടൽ ഉണ്ടാകാതെ പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിന് വലിയൊരു സമ്മർദ്ദം ഈ ഒരു വിഷയത്തിൽ നേരിടേണ്ടി വരും. കാരണം വരുന്ന നിയമസഭാ സമ്മേളനം വീണ്ടും മാർച്ച് 3-ാം തീയതി മുതൽ പുനരാരംഭിക്കുകയാണ്. അതിനു മുൻപ് ഈ സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ അത് വലിയ തരത്തിൽ സഭയ്ക്കകത്തും ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ഒത്തുതീർപ്പ് ചർച്ചകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കാനുള്ള സാധ്യത ഉയരുന്നത്. ഡാൻ, ഇപ്പോ അവർ ആശാ വർക്കർമാർ സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുണ്ടായി PSCക്കാർക്ക് ഇത്രയും ശമ്പളമുള്ളപ്പോൾ അത് വീണ്ടും അത് ഉയർത്താൻ ഇവർക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ ശമ്പളം ചെറുതായി ഒന്ന് മാറ്റാൻ പറയുമ്പോഴാണോ അവർക്ക് പ്രശ്നം എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ സർക്കാർ ഉത്തരം പറയേണ്ടി വരുന്ന വലിയൊരു ചോദ്യമാണത്. ഇത് സമൂഹത്തിലുടനീളം അത് ചർച്ചയാവും. കാരണം ഏറ്റവും അടിസ്ഥാന ജോലി ചെയ്യുന്ന, അടിസ്ഥാനപരമായി ശമ്പളം വാങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ സമരം നടക്കുന്ന അതേ സമയത്താണ് ഈ PSCയിലെ ഈ ശമ്പള വർധന വരുന്നത്. ഈ സർക്കാരിന്റെ ആ ഒരു നടപടി എത്രത്തോളം ഇവർക്ക് പ്രകോപനം കൂട്ടിയിട്ടുണ്ട് വാസ്തവത്തിൽ? അത് യഥാർത്ഥത്തിൽ ഇന്നലെ വലിയ തരത്തിൽ ഈ വിഷയം ചർച്ചയായി മാറിയതിന് പിന്നാലെ തന്നെ അതിന്റെ പ്രകമ്പനങ്ങൾ ഈ സമരപ്പന്തലിൽ കണ്ടു തുടങ്ങിയതാണ്. കാരണം ഏറെ ദിവസങ്ങളായി അവർ പൊരിവെയിലത്തിരുന്ന് ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് അനാവശ്യ സമരമെന്ന് പറഞ്ഞിരുന്ന അതേ സർക്കാർ തന്നെ ഈ PSC അംഗങ്ങളുടെ ശമ്പളം നിരുപാധികം വർദ്ധിപ്പിക്കുകയും ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലധികം ചെയർമാനും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത പുറത്തു വന്നതിനോട് വൈകാരികമായിട്ടല്ലാതെ അവർക്ക് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുതന്നെയാണ് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ വാക്കുകളിൽ നിറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് പറയുന്നത്. ഈ PSC അംഗങ്ങളുടെ ശമ്പളം വലിയ തോതിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സമരം ഇങ്ങനെ തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൂടി ഈ സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ മുമ്പോട്ട് വെക്കുമോ? ഞങ്ങൾ നേരത്തെ സമരം തുടർന്നു. PSC ഇപ്പോഴല്ലേ, ഇന്നലെയല്ലേ അവർ ശമ്പളം കൂട്ടിയത്. അപ്പൊ അവർക്ക് ഇവരുടെ കയ്യിൽ ഇപ്പൊ കാശില്ലെന്നല്ലേ മന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇപ്പൊ PSCക്ക് ശമ്പളം ഇത്രയും കൂട്ടിയല്ലോ. അപ്പൊ പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഈ 233 രൂപ ഒരു ദിവസം തന്നാൽ ഞങ്ങൾക്ക് എന്തോന്നിനുണ്ട്? അത് ഈ മന്ത്രിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ പാവപ്പെട്ട ഞങ്ങളിങ്ങനെ ഈ പൊരി വെയിലത്ത് കിടന്ന് ഈ സമരം ചെയ്തിട്ട് പോലും അവരെ ഒന്നും മനസ്സലിയാത്തത്? ഇത്രയും കഠിനമായ മനസ്സുള്ള ഒരു മന്ത്രിയാണെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായി പോയി. അവർക്ക് ഇനിയെങ്കിലും ഒന്ന്, ഇന്ന് 11ാം ദിവസമായി ഞങ്ങൾ ഈ പൊരി വെയിലത്ത് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ അച്ഛനും അമ്മ രോഗികളായ എല്ലാവരെയും ഇട്ടെറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പൊരി വെയിലത്ത് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ്, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾ ഇവര് തരുന്ന ഈ നക്കാപ്പിച്ച പൈസയും മാച്ചും കൊണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാം. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല. 18-20 വർഷക്കാലം കൊണ്ട് ഞങ്ങളുടെ യൗവനകാല ജീവിതം മുഴുവനും സർക്കാരിന് വേണ്ടി ഞങ്ങൾ ജീവിച്ചതാണ്. ഇനി ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ ആരുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ടു പോകും? ഈ മന്ത്രിയുടെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് ഒരിടത്തും പോയി കൈനീട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മന്ത്രി മനസ്സലിഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടും വരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും.
അങ്ങനെയാണ് പ്രതിഷേധം തുടരുന്നത്. അവരുടെ വാക്കുകളിൽ എത്രയും ഉറച്ച തലത്തിലാണോ അവർ ആ കാര്യം പ്രകടിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് അവരുടെ തീരുമാനവും. ഏത് തരത്തിലുള്ള ചർച്ചകൾ നടന്നാലും ഒത്തുതീർപ്പിന്റെ ഭാഗമായി മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.